അത് തന്നെ ഒരേ വിളിയായിരിക്കും. കവി ഹായ് സലീം എന്ന് പറഞ്ഞ പിന്നെ ഫസന മോള് ഞാൻ ഫസ്റ്റ് ഇട്ടത് ആണ് നെഗറ്റീവ് കമൻറ്റ് അപ്പോഴാ അപർണ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. മെസ്സി കോയ അടിക്കാട്ടിൽ സലീമേ മോനെ മോൾ കുറച്ച് ചോറ് ആണല്ലോ ചോറാണല്ലോ ചോദിക്കുന്നുണ്ട്. ചോറാണെന്നല്ലോ സലീമേ മോനെ മോൾ കുറച്ച് ചോറാണല്ലോ ചോദിക്കുന്നുണ്ട്. സലീം കവി ആ കവി എന്ന് പറയുന്നുണ്ട്. യമുനാസ് വ്ലോഗ് ഹായ് അമ്മ എന്ന് പറഞ്ഞ അപർണ അതെ എനിക്ക് ഓർമ്മയുണ്ട് നെഗറ്റീവ് ഇട്ടത് എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മ യമുനാസ് വ്ലോഗ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്. എന്നതിന് ശേഷം ഇതുവരെ ഓൾ ഒരിക്കലും വരാണ്ട് നിന്നിട്ടില്ല മോളെ. മെസ്സി നീ ടൂറ്റാലി ഒരു നെഗറ്റീവ് ആടാ അബ്ദു എന്ന് പറയുന്നുണ്ട്. ടോട്ടലി ഒരു നെഗറ്റീവ് ആടാ അബ്ദു എന്ന് പറയുന്നുണ്ട്. അപർണ തോമസ് ബട്ട് ഇപ്പോൾ നന്നായി നല്ല ഒരു കുഴപ്പമില്ല. ഇപ്പം ഭയങ്കരമായിട്ട് നോക്കി നിൽക്കുകയുള്ളൂ. വിട്ടുകളാന്ന് പറയുന്നുണ്ട്. അതെ കുട്ടി അവർ വെറുതെ പറയുന്നതാന്ന് പറയുന്നുണ്ട്. മോളൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ, അതെല്ലാം വെറുതെ തമാശയാക്കുന്നതാണ് കേട്ടോ. അങ്ങനെയുള്ളതൊന്നും ആരും ശ്രദ്ധിക്കണ്ട. എല്ലാവരും ഈ നമ്മളെ മെസ്സീനെ കണ്ടിട്ട് ആരും പേടിക്കണ്ട. മെസ്സി വെറും തമാശക്കാരനാണ് കേട്ടോ. എല്ലാം തമാശയാവല്ലോ. മോളെ മോനേന്ന് വിളിക്കും, മോനെ മോളേന്ന് വിളിക്കും. അതാണ് ഇവിടെ ഇട്ട പതി. അത് മതി എന്നാണ് വെറുതെ പറയുന്നതാന്ന് പറയുന്നുണ്ട്. അപർണ തോമസ് അത് മതി എന്നാണ്. അബ്ദുള്ള ചിലിയ അത് ഫസ്റ്റാണ്. അത് ഫസ്റ്റാണ്. അത് പിന്നെ ആദ്യം അതങ്ങ് തീർന്നില്ല. അപ്പാടന്നെ തീർത്തല്ലേ. പിന്നെ അതിനെപ്പറ്റി പറഞ്ഞ അതേപോലെ ഇന്നലെ എന്നാണ് ഫ്രോക്കിങ് ഇന്നലെ വന്നിന്. ഓൻ ഇതേപോലെ എന്തെല്ലോ പറഞ്ഞിട്ടായിട്ട് ഓനിപ്പോൾ എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലേ, ഓൻ വരുന്നില്ലേ, ഇപ്പം നന്നായിട്ട് വരുന്നില്ലേ. അതേപോലെ കുറേ ആൾക്കാരുണ്ട്, വന്നവർ നന്നായവർ ഇപ്പോൾ ഉണ്ട് വരുന്നുണ്ട്. പിന്നെ അബ്ദുള്ള അത് പിന്നെ പ്രശ്നമില്ല. അത് അവരുടെ അടുത്തൊരു തെറ്റ് പറ്റിപ്പോയതാണ്. അത് പിന്നെ പ്രശ്നമില്ല. അതവർ തിരുത്താൻ തയ്യാറായി പിന്നെ നമ്മളെന്തിനാ അതിന് ശ്രദ്ധിക്കുന്നു. അമ്മൂമ്മ വളരെ മുകളിലാണോ മെസ്സി ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട് സാന്ദ്ര. അമ്മൂമ്മ വളരെ മുകളിലാണോ ചോദിക്കുന്നുണ്ട് സലീം കെ വി. അത് അതാ നീ അങ്ങനെ ആയിട്ട് നിനക്ക് അങ്ങനെ തോന്നുന്ന മെസ്സി മോനെ എന്നുണ്ട്. അപർണ തോമസ് ഓക്കെ നന്നാവാൻ തീരുമാനം നല്ലതാണെന്ന് പറയും. അപർണ തോമസ് നല്ല കുട്ടി എന്ന് പറയുന്നുണ്ട്. മെസ്സിക്കോ അതെ കൊച്ചനെ നല്ല മുകളിലാണെന്ന് പറയുന്നത്. അബ്ദുള്ള സിലിയ അത് എൻ്റെ ബ്രദർ ഉണ്ടായിക്കൂടെ എന്ന് പറയുന്നുണ്ട്. ഉണ്ടായിക്കൂടെ അവൻ ഇട്ടതാന്ന് പറഞ്ഞു. സാന്ദ്ര കൊച്ചനെ മീൻസ് എന്ന് പറയുന്നുണ്ട്. അപർണ തോമസ് വീണ്ടും ഇട്ടോന്ന് ചോദിക്കുന്നുണ്ട്. മെസ്സി കോയ അബ്ദുള്ള നെഗറ്റീവ് ഒളി എന്ന് പറയുന്നുണ്ട്. അപർണ തോമസ് ഇവൻ അത് ഞാൻ കണ്ടില്ല മെസ്സി എന്ന് പറയുന്നുണ്ട്. അബ്ദുള്ള സിറിയ ഇപ്പോൾ അല്ല അന്നേരം ഇട്ടതാ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ അബ്ദുള്ള സിറിയ ഫസ്റ്റ് ടൈമിൽ. അപർണ തോമസ് എടാ നീ ആരെയാ പൊട്ടിയാക്കുന്നേന്ന് ചോദിക്കുന്നുണ്ട്. മാളവിക അമ്മയെ ചോറ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അബ്ദുള്ള സിറിയ സോറി എന്ന് പറയുന്നുണ്ട്. മെസ്സി കോയ കൊച്ച് ആണെന്ന് തോന്നുന്നു, ഞാൻ ഒരു പടത്തിൽ നിന്ന് കേട്ടതാന്ന് പറയുന്നുണ്ട്. ഫസന കുട്ടി കാര്യം ആക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അബ്ദുള്ള സിറിയ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് പറയുന്നുണ്ട്. അപർണ തോമസ് നിന്റെ ആക്ടിവിറ്റി നോക്കിയപ്പോഴാണ് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. സാന്ദ്ര ആന്ന് പറയുന്നുണ്ട്. അപർണ തോമസ് നീ ഫുൾ നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. സലീം കെ വി നീ എന്തിനാണ് അബ്ദുള്ള അങ്ങനെ ഇപ്പോഴും പറയുന്നത് ചോദിക്കുന്നുണ്ട്. അപർണ തോമസ് മര്യാദക്ക് നിന്ന് നിനക്ക് കൊള്ളാമെന്ന് പറയുന്നുണ്ട്. സാന്ദ്ര ഇവിടെ കലമ്പാണോ ചെഗു ചേട്ടാന്ന് പറയുന്നുണ്ട്. മെസ്സി കോയ അടിക്കാട്ടിൽ അവൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇട്ടതൊക്കെ എനിക്കറിയാം സലീം മോളെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അപർണ തോമസ് എൻ്റെ ബ്രോ ആണ് നെഗറ്റീവ് ഇട്ട് ഇന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊട്ടന്മാരല്ലേ വിശ്വസിക്കാന്ന് പറയുന്നുണ്ട്. സോറി ഫസ്റ്റ് ടൈം ഇട്ടതല്ലേ. ഇനി അതിനെപ്പറ്റി ആരും പറയേണ്ടപ്പോൾ തീർന്നില്ലേ. ഇനി അതിനെപ്പറ്റി ഇനി ഒരു വാക്കുണ്ടാക്കിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇന്നിപ്പം പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോയി. ഇന്ന് ഇപ്പോൾ രാത്രിത്തേനും ആരും വേട് വന്നിട്ടില്ല. അതുകൊണ്ടൊരു മനസ്സിന് സമാധാനമുണ്ട്. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി പൊന്നിച്ച് പറയണ്ട ആരും കേട്ടാ. അതെല്ലാം നിർത്തി. അങ്ങനെയുള്ളതെല്ലാം ഇനി ഇടുമ്പോൾ പറയാം, അത്ര തന്നെ. ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, ഇപ്പോൾ ഇട്ടിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പ്രശ്നം പണ്ടിട്ടതല്ലേ. അതിനെപ്പറ്റി ഇപ്പോൾ എടുത്ത് പറയണ്ടപ്പോൾ ഇനി. അബ്ദുള്ള ശരി ഇപ്പോൾ എല്ലാവരും പോയി എന്ന് പറയുന്നുണ്ട്. മെസ്സി കോയ ഇപ്പോൾ വലിയ നന്മ മരം ആവാൻ നോക്കുക പുള്ളി എന്ന് പറയുന്നുണ്ട്. അതെ ഇന്ന് ഇപ്പം നല്ല നിലക്ക് തന്നെയാണ് പോകുന്നത്. അപർണ തോമസ് എടാ അബ്ദുള്ള ഫേക്ക് നിന്റെ ആക്ടിവിറ്റി നോക്കിയാൽ നീ ഈ ലൈവിൽ വന്നത്